നമസ്കാരം പ്രിയമുള്ളവരെ. സാധാരണ മലയാള സിനിമയിൽ ഈ കൊഴുത്തുരുമ്പും കുന്നായ്മയുമുള്ള കഥാപാത്രങ്ങളൊക്കെയും കോൺഗ്രസ്സുകാരാണ്. അങ്ങനെ ഒരു പ്രവണത തന്നെയുണ്ട് സിനിമാക്കാരുടെ ഇടയിൽ. നമുക്കറിയാം, ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിൽ ജയസൂര്യ കൈകാര്യം ചെയ്ത സതീശൻ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അത് സാധാരണ കോൺഗ്രസ്സുകാരെ വിശേഷിപ്പിക്കാൻ പിന്നീട് രാഷ്ട്രീയ നിരൂപകരൊക്കെ സതീശൻ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ ഒരു ഇന്ത്യൻ പ്രണയകഥയിൽ ഫഹദ് ഫാസിൽ കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ്സുകാരനായ ഒരു കഥാപാത്രം. അങ്ങനെ സിനിമാക്കാർ മിക്കപ്പോഴും കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ഈ കൊഴുത്തുരുമ്പും കുന്നായ്മയും ഒക്കെയുള്ള സതീശൻ കഞ്ഞിക്കുഴിമാരായി ചിത്രീകരിക്കാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് ഈ സിനിമാക്കാരൊക്കെ ഒരു പക്ഷേ CPM അനുഭവം വെച്ചു പുലർത്തുന്ന ആളുകളായതുകൊണ്ടാകാം, അവർക്ക് CPMമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ടായിരിക്കും. കാരണം സാധാരണ സിനിമക്കാരെ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു പ്രവണത കോൺഗ്രസ്സുകാരുടെ ഇടയിലില്ല. പക്ഷേ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. VD സതീശനൊക്കെ ഇടപെട്ട് ഇപ്പോൾ സിനിമാക്കാർക്ക് അംഗീകാരം കൊടുക്കുന്ന സംഗതികൾ കോൺഗ്രസ്സിൽ നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരായ സിനിമാക്കാർ ഇപ്പോൾ ഈ അടുത്ത് കൂടി വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സബ്ജക്റ്റ് ഇതല്ല. കാരണം യഥാർത്ഥത്തിൽ ഈ സതീശൻ കഞ്ഞിക്കുഴിമാർ എന്ന് പറയുന്നത് CPMലാണ് ധാരാളം. അത് യഥാർത്ഥ ജീവിതത്തിൽ അവരാണ് ധാരാളം എന്ന് കാണാം. നമ്മൾ കോൺഗ്രസ്സുകാരെ സിനിമാക്കാർ കോൺഗ്രസ്സുകാർ ആണ് എന്ന് സിനിമാക്കാർ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത്തരം കുഴുത്തിരുമ്പും കുന്നായ്മയും കാണിക്കുന്ന ആളുകൾ CPMകാരാണോ എന്ന് സംശയമുണ്ടാകാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നും ഇന്നലെയുമൊക്കെയായിട്ട് കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ജിതിൻ ഭാസ്കർ എന്ന് പറയുന്ന DYFIയുടെ നേതാവാണ് എന്ന് വ്യക്തമാകുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് അവസാനമായിട്ട് ആ കേസ് ചെന്ന് അവസാനിക്കുന്നത്. കാരണം അദ്ദേഹമാണ് ആ സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്തതും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തും എന്ന് പറയുന്നു. അദ്ദേഹത്തിന് പാർട്ടിയുടേതായ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണ്. സൈബർ ഇടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുക, ഫോട്ടോ എഡിറ്റ് ചെയ്യുക എന്ന് ബന്ധപ്പെട്ട് CPMൻ്റെ സൈബർ ക്ലാസ്സുകളിലൊക്കെ പരിശീലനം കിട്ടിയ ആളാണ്. എന്തായാലും ഇനി തെളിയേണ്ടത് അത് പാർട്ടിയുടെ അറിവോടുകൂടിയാണോ അല്ലെങ്കിൽ ഇദ്ദേഹമാണോ അത് ക്രിയേറ്റ് ചെയ്ത് പുറത്തുവിട്ടത് എന്നതുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ അരി ആഹാരം കഴിക്കുന്ന ആർക്കും ഈ കാഫിർ സ്ക്രീൻഷോട്ട് അതിൻ്റെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും അതിൻ്റെ കേസന്വേഷണവും നടക്കപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ വ്യക്തമായിരുന്നതാണ് അതിൻ്റെ പിന്നിൽ ലീഗോ കോൺഗ്രസ്സോ UDFോ അല്ലെന്ന്. കാരണം LDF കേരളം ഭരിക്കുന്ന സമയത്താണ് ഈ സ്ക്രീൻഷോട്ട് വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. അതിൻ്റെ അന്വേഷണമൊക്കെ കേവലം ചില ആളുകളിലേക്ക് എത്തപ്പെടുകയും പിന്നീട് അത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആ അന്വേഷണങ്ങളൊക്കെ മരവിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ അറിയാമായിരുന്നു അന്ന് ഭരിച്ച LDF സർക്കാർ ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന് ജനം അറിയുവാൻ ആഗ്രഹിക്കുന്നില്ല, പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമായിരുന്നു. ഭരണമാറ്റമുണ്ടായി. ഇപ്പോൾ സ്ക്രീൻഷോട്ടിന് പിന്നിലുള്ള യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്ന് പാറക്കൽ അബ്ദുള്ളയ്ക്കും ഷാഫി പറമ്പിലിനുമൊക്കെ നിർബന്ധമുണ്ട്. അവരുടെയൊക്കെ സമ്മർദ്ദ ഫലമായിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പുനരന്വേഷണത്തിന് ഉത്തരവിടുന്നു. ഇപ്പോൾ യഥാർത്ഥ പ്രതികളിലേക്ക് ചെന്നു നിന്നെത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത്തരം സംഗതികൾ CPMനെ പോലെ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കാമോ എന്ന ചോദ്യമാണ് ഉയർത്തേണ്ടത്. പ്രത്യേകിച്ചും ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന മതേതര വിശ്വാസികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കോൺഗ്രസ് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഇലക്ഷൻ്റെ പ്രചരണത്തിന് വേണ്ടി ഉണ്ടാക്കിയാലും CPM ഉണ്ടാക്കിയാലും BJP ഉണ്ടാക്കിയാലും ഒക്കെ ചോദ്യം ചെയ്യേണ്ടത് അതേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ അണികളും സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമാണ്. കാരണം ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന അന്തഛിദ്രത ചെറുതല്ല. സമൂഹം ഭിന്നിച്ചുപോയി. ഇപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങൾ തമ്മിൽ തല്ലുന്നത് പുറത്തെവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന സംഗതികളുടെ പേരിലായിരിക്കും. ഇറാനിലും ഇറാഖിലും ഒക്കെ നടക്കുന്ന യുദ്ധങ്ങളുടെ പേരിലാണ് കേരളത്തിലെ ആളുകൾ തമ്മിൽ തല്ലുന്നതിരിക്കെ ഇത്തരം സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലുള്ള സ്ക്രീൻഷോട്ടുകൾ അത് പ്രചരിപ്പിക്കപ്പെടുന്നത് ഏതു രാഷ്ട്രീയ പ്രസ്ഥാനമായും എതിർക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. CPMനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല. കാരണം നേരത്തെ TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോയ വാഹനത്തിൽ അതിൽ മാഷാ അള്ളാ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു. അത് തന്നെ വലിയ വിവാദമായിരുന്നു. കാരണം അന്ന് TP ചന്ദ്രശേഖരനെ കൊല്ലുന്നത് ആരോ കണ്ടില്ലായിരുന്നുവെങ്കിൽ അത് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ മേൽ കെട്ടിവെക്കപ്പെടുമായിരുന്നു. ആ സ്ഥലം വലിയ വർഗീയ കലാപങ്ങളിലേക്ക് വഴിമാറപ്പെടുമായിരുന്നു എന്ന് ഒക്കെ പറയാറുണ്ട്. അതായത് കേരളത്തെ അന്ന് ദൈവം രക്ഷിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യം CPMനെ സംബന്ധിച്ചുണ്ട്. അത് തലശ്ശേരിയിൽ ഫസൽ എന്ന് പറയുന്ന NDF പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രക്തം പുരണ്ട വസ്ത്രമോ മറ്റോ RSS കാര്യാലയത്തിൽ അന്ന് അതിന് കുറ്റം ആരോപിക്കപ്പെടുന്ന CPM നേതാക്കന്മാർ ഉപേക്ഷിച്ചു എന്നൊരു വാദമൊക്കെ തലശ്ശേരി ഭാഗത്തുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാവുന്ന ആളുകളൊക്കെ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ അതും ഒരു പർപ്പസ്ഫുള്ളി തങ്ങൾക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ്. കാരണം അത് വെട്ടിക്കൊന്നത് തങ്ങളല്ല എന്ന് തെളിയിക്കുകയും മറ്റൊരു ആളുകളുടെ പേരിൽ ആ കുറ്റം കൊണ്ടിടാനും ആണ് CPM ശ്രമിച്ചത്. CPMൻ്റെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രമിച്ചതെങ്കിൽ പോലും അത് കൊണ്ടു ചെന്നിട്ടത് RSSൻ്റെ കാര്യാലയത്തിലാണ്. അങ്ങനെ ഒരു വലിയ കലാപം ഉണ്ടാകുമായിരുന്നു. അത് NDFും RSSുമുള്ള കലാപമായി തുടങ്ങി. ഒരുപക്ഷെ തലശ്ശേരിയുടെ സ്വഭാവം നമുക്കറിയാം. നേരത്തെയൊക്കെ വർഗീയ കലാപങ്ങളുണ്ടായ സ്ഥലമാണ്. അത് മുസ്ലിങ്ങളും ഹൈന്ദവരും തമ്മിലുള്ള ഒരു കലാപമായി മാറുമായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ CPMനെ പോലെയുള്ള സംഘടനകൾ, കാരണം ഇത് യാഥാർത്ഥ്യം ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യങ്ങളാണ്, കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറണം എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഇതൊക്കെ വല്ലാത്ത നമ്മുടെ സമൂഹത്തെ വല്ലാത്ത കലാപത്തിലേക്ക് തള്ളിവിടുന്ന സംഗതികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ തൽക്കാലമായി ആ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ, ഒരാളെ കൊല്ലുക, ആ രക്തം പുരണ്ട തുണി മറ്റൊരു സാമുദായിക പാർട്ടിയുടെ അല്ലെങ്കിൽ സാമുദായിക സംഘടനയുടെ കൊടിമരത്തിലോ അല്ലെങ്കിൽ ഓഫീസിലോ കൊണ്ടിടുക, അത് പിന്നെ വലിയ കലാപമായി മാറുക എന്നൊക്കെ പറയുന്നത് നമുക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയുന്നതിനപ്പുറമാണ്. കേരളത്തെ ദൈവം ഈ 3 സന്ദർഭങ്ങളിലും കാത്തു എന്നു തന്നെയാണ് പറയാനുള്ളത്. മറ്റൊരു സംഗതി കൂടിയുണ്ട് കൗമുമായി ബന്ധപ്പെട്ട. കൗമിലെ കുട്ടി എന്ന് പറയുന്ന പേരാമ്പ്രയിൽ ഇലക്ഷൻ്റെ സമയത്ത് ഫാത്തിമ തഹ്ലിയെ വോട്ട് പിടിച്ചു എന്ന പേരിൽ നടത്തിയ വാഹന പ്രചരണം, അനൗൺസ്മെൻറ്റ്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ഒക്കെ നടക്കുകയാണ്. ഇതൊക്കെയും കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന ഒരു ചോദ്യം ഉയരേണ്ടതുണ്ട്. കേവലം ഒരു രാഷ്ട്രീയ വിജയത്തിനപ്പുറം സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉയർന്നപ്പോൾ അന്ന് DYFI നേതാവായിരുന്ന റഹീം പ്രസ്താവിച്ചത് ഒരു പൊളിറ്റിക്കൽ പോയിസൺ ആണ് ഷാഫി പറമ്പിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ സംഗതികളൊക്കെയും സൂചിപ്പിക്കുന്നത് ഷാഫി പറമ്പിലല്ല ഇതിൻ്റെ പിന്നിൽ. അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കൽ പോയിസൺ ആരാണ് എന്നൊരു ചോദ്യം കേരളത്തിലെ രാഷ്ട്രീയം താല്പര്യമുള്ള, കേരളത്തിലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, കേരളത്തിലെ മതേതര സ്വഭാവമുള്ള ജനങ്ങൾ ചോദിക്കേണ്ട സന്ദർഭമാണെന്ന് എനിക്ക് പറയുവാനുണ്ട്. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കുറച്ചുകൂടി ഉചിതമായ ഒരു പക്വതയോടുകൂടി പെരുമാറണം. കാരണം ഒരുപക്ഷെ RSSോ BJPയോ പോലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ മതേതര സ്വഭാവമുള്ള, പ്രത്യേകിച്ചും ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പ്രക്രിയയ്ക്ക് കരുത്തറ്റ സംഭാവനകൾ നൽകിയ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അണികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ രാഷ്ട്രീയം കോൺഗ്രസിൻ്റെതാണ്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ CPM ഇവിടെ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. അവരിലൊരാളാണ് ഞാനും. അത്തരം ആളുകൾക്കൊക്കെയും ഈ പ്രവൃത്തികളും ചെയ്തികളും വിഷമമുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ കേരളത്തിലെ ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. കാരണം ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ നിലനിൽപ്പ് നമ്മുടെ സമൂഹത്തിൻ്റെ നല്ല പോക്കിന് ആവശ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവരുടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.